അമേരിക്കയിലെ അതിശൈത്യത്തിന്റെ കാഴ്ചകളിലേക്കാണ്. മഞ്ഞ് വീണ് മൂടിയ വഴികളും മരച്ചില്ലകളും ഒക്കെ കാണാൻ, സംഗതി എന്താണെങ്കിലും കാണാൻ ഭയങ്കര രസമാണ്. ന്യൂയോർക്കിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് ആദ്യം. അശ്വജിത്തുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. എജെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ മഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ, അതിപ്പോൾ എനിക്ക് കാണുമ്പോൾ തോന്നുന്നത്, എനിക്ക് മഞ്ഞത്ത് ഇറങ്ങി നടക്കാൻ, ആ മഞ്ഞ് കട്ടകൾ വാരി മുകളിലേക്ക് എറിയാൻ, അതൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. ഇപ്പം എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് നമ്മൾ കണ്ട വിഷ്വൽസ് അത് അത്രത്തോളം മനോഹരമാണ്, അത്രത്തോളം നമുക്ക് കണ്ണെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിഷ്വൽസാണ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഏജ് അവിടുത്തെ ന്യൂയോർക്കിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ഈ അതിശൈത്യമാണോ, ഇപ്പോൾ ശൈത്യ സമയമാണോ? സേതു, ഗുഡ് മോർണിംഗ്. നമ്മൾ പൊതുവെ ഈ മലയാളികൾക്ക് ഇതുപോലുള്ള കാഴ്ചകൾ സത്യത്തിലൊരു കൗതുകം തന്നെയാണ്. സേതു പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ അത്തരം മഞ്ഞ് നിറഞ്ഞ സ്ഥലത്തൊക്കെ പോയി കുറച്ച് രസകരമായൊക്കെ കളിക്കാനും ഒപ്പം തന്നെ അവിടെ ആ മഞ്ഞിലൊക്കെ ഒരു പക്ഷേ അതിൻ്റെ ഒരു തണുപ്പൊക്കെ ആസ്വദിക്കാനും ഒക്കെ നമുക്ക് ആഗ്രഹം കാണും, അല്ലെങ്കിൽ അതൊരു കൗതുകമായിരിക്കും. പക്ഷേ അവിടെയുള്ളവർക്ക് സത്യത്തിൽ അതത്ര ഒരു രസകരമായ കാര്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടതാണ്, അതായത് ഈ കൊടും ശൈത്യത്തിൽ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ശരീരം അതിൽ എക്സ്പോസ്ഡ് ആയാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൊടും ശൈത്യത്തിൽ എക്സ്പോസ്ഡ് ആയാൽ നമ്മൾ തീയിലേക്ക് കൈ വയ്ക്കുന്ന അതേ എഫക്റ്റ് തന്നെ ആയിരിക്കും ഈ കൊടും ശൈത്യത്തിൽ നമ്മളുടെ കൈയൊക്കെ ഗ്ലൗസ് ഒന്നും ഇല്ലാതെ പുറത്തേക്ക് വന്നാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ അതൊരു ദുരിതകാലം എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. നമ്മൾക്കൊരു പക്ഷേ അതൊരു കൗതുകവും രസകരമായ ഒരു രസകരമായ അന്തരീക്ഷമൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവിടെയുള്ളവർക്ക് അത് അത്ര ഒരു നല്ല കാര്യമല്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞതുപോലെ കാഴ്ചയ്ക്ക് അതൊരു ഒട്ടും ഒരു കുറവ് തരുന്നില്ല. കാഴ്ചയുടെ ഭംഗിയും ഒപ്പം തന്നെ ആ രസകരമായ അന്തരീക്ഷവും ഒക്കെ വളരെ ഈ പറഞ്ഞതുപോലെ വളരെ സഞ്ചാരികളെ അങ്ങോട്ട് ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. ഏതായാലും ന്യൂയോർക്കിലെ നിലവിലെ കാലാവസ്ഥ 2 ഡിഗ്രിയും അല്ലെങ്കിൽ 1 ഡിഗ്രിയും പലപ്പോഴും മൈനസും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.